എന്നെ കളി അയാൾ കളിച്ചിരിക്കുന്നറിയാം. അന്തം വിട്ടു. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര റീൽസാ ചെയ്തിരിക്കുന്നത്, എത്ര ലൈക്സാ അല്ലേ? ലൈക്ക് ഒന്നും കിട്ടത്തില്ല. ആരെങ്കിലും കൈ തെറ്റി ഒന്നോ രണ്ടോ വന്നാലേ. വേഫർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പാട് കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സിനിമയ്ക്ക് ഒരാൾ വേണം. Gumby Cinemas in association with Wayfarer Films presents Ashan Don Bojo. Please welcome Annam Don, producer of Ashan, along with Suraj. ആശാൻ ആക്ച്വലി ഒരു ടോട്ടൽ എന്റർടൈനർ ആണ്. സൂപ്പർ സ്റ്റാർ കരൺ ചന്ദ്. താങ്കളുടെ ആരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ യൂണിറ്റ് ഷെഫ് എൻ്റെ മാമന. വന്നതിൽ ഒരുപാട് സന്തോഷം സാർ. എനിക്കും സന്തോഷം. പുള്ളി മെരുങ്ങോ? പാട്ടുകൾ ഓൾറെഡി നമ്മളെല്ലാവരും നെഞ്ചിലേറ്റി കഴിഞ്ഞു. സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ, വെറുതെ ഒന്നും അല്ല മ്യൂസിക് ചെയ്യുന്നത്, സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾ തന്നെയാണ്. താങ്ക് യു സോ മച്ച് ജോണേട്ട, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. എൻ്റെ കയ്യിൽ തന്നു, ഞാനത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തെന്നാണ്. സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ഐ എം ഷുവർ ഇങ്ങനെ ഒരു റാപ്പ് സോങ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ലൊരു സിനിമയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അച്ചു. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലത് നന്നാവും, മിക്കതും പിഴയ്ക്കും. എന്നാലും അവൻ്റെ കുഞ്ഞാണത്. ഓക്കെ, താങ്ക് യു മമ്മുക്ക. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നൊരു പോളിസിയിൽ മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നൂടെ തുടങ്ങാമിനി. ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ട്രാഫിക് എന്ന സിനിമയിലാണ്. അതിനുശേഷം ഞാൻ വർക്ക് ചെയ്തത് സമീർ താഹിർ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ. യെസ്, ഞാൻ എൻ്റെ 2 ആശാന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചുളിവുകളേറെ ഭംഗി പകരും അനുഭവഗാഥ ചായമെഴുതും ഉലയാത്ത തേജസിന്റെ മുഖമേ ഈ മണ്ണിൻ നിധിയാണു നീ. ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്.